വെൽക്കം ബാക്ക് എവ്രി വൺ. ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ എർത്ത് എന്നുള്ള ചാപ്റ്ററാണ് നോക്കുന്നത്. അതിൻ്റെ പേജ് 7. സോ ദിസ് ചാപ്റ്റർ സ്റ്റാർട്ട്സ് വിത്ത് എ കോട്ട്. ഓക്കെ, അപ്പോൾ ഈ കോട്ട് പറഞ്ഞിരിക്കുന്നത് ആര്യഭട്ട ആണ്. സോ ഹു ഇസ് ദിസ് ആര്യഭട്ട? സോ ആര്യഭട്ട ഒരു ഏൻഷ്യൻ മാത്തമാറ്റീഷ്യൻ ആൻഡ് ആസ്ട്രോണമർ ആണ്. ഹി ലിവ്ഡ് അറൗണ്ട് 500 AD, വിച്ച് ഇസ് 1500 years ago. സോ ഈ കോട്ടിൽ ശ്രദ്ധിച്ചോളൂ, അദ്ദേഹം പറയുന്നത് എർത്ത് ഗ്ലോബ് പോലെയാണ് എന്ന് പറയുന്നുണ്ട്, ഗ്ലോബ് പോലെ റൗണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. 1500 years മുന്നേ വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി ഹീസ് ടെല്ലിങ് ദിസ്. പിന്നെ അതുപോലെ എർത്ത് സർഫേസ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് ടെക്സ്റ്റിനകത്ത് സ്റ്റാൻഡ്സ് ഇൻ സ്പേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നമുക്കറിയാം അത് സ്റ്റാൻഡ് ചെയ്യത്തില്ല, ഫ്ലോട്ടാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ എർത്ത് ഫ്ലോട്ട് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നാച്ചുറൽ എലമെൻറ്റ്സ് ആയ എർത്ത്, ഫയർ, എയർ, വാട്ടർ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ എർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. പിന്നെ എർത്ത് ഇസ് ദ ഹോം ഓഫ് ഓൾ ലിവിങ് തിങ്സ്, ബോത്ത് ദോസ് ദറ്റ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് ദോസ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോട്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു വലിയ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും പിന്നെ നോളജിനെയും സയൻസും എഡ്യൂക്കേഷനും ഒക്കെ ഡീപ്ലി വാല്യൂ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ആര്യഭട്ട. ആൻഡ് ആര്യഭട്ട മെയ്ഡ് ഇൻക്രെഡിബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദ വേൾഡ് ഓഫ് സയൻസ്. പിന്നെ ഈ കോട്ട് ഈ ചാപ്റ്ററിലുള്ള റെലവൻസ് എന്താണെന്ന് വെച്ചാൽ, എർത്തിൻ്റെ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എർത്തിലെ പ്ലേസസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ കോട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട് എർത്ത് ഗ്ലോബ് പോലെ സ്പെറിക്കലാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ സൗത്ത് പോള്, നോർത്ത് പോള്, പിന്നെ അതിനകത്തുള്ള ലാറ്റിറ്റ്യൂഡ്സ്, ലോങ്ങിറ്റ്യൂഡ്സ്, ഗ്രിഡ്, ഇത് ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് എർത്തിൻ്റെ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കോൺസെപ്റ്റ്സ് നമ്മളിലേക്ക് എത്തത്തുള്ളൂ. ഇതാണ് ഈ കോട്ടിന് ഉള്ള റെലവൻസ്, ഈ ചാപ്റ്ററിലുള്ള റെലവൻസ്. ഓക്കെ എവ്രി വൺ, നമുക്ക് വീണ്ടും കാണാം. ബൈ.